നമ്മൾ നേരത്തെ പറഞ്ഞു വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. റിലീസ് കഴിഞ്ഞു. ഇത് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയ ആരാധകരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. പാലക്കാട് നിന്ന് ഗോകുൽ BS ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ആരാധകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മോത്തി, വലിയ ആവേശത്തോടു കൂടിയാണ് ആരാധകർ ഈ സിനിമയെ സ്വീകരിക്കുന്നത്. കാരണം 6 മാസം കാത്തിരുന്നാണ് ഇവരുടെ മുന്നിലേക്ക് ജനനായകൻ എത്തുന്നത്. അതിന്റെ വലിയൊരു ആവേശത്തിൽ ഇതാ പടക്കം പൊട്ടിച്ചും നാസിക് ടോളൊക്കെ കൊട്ടിയും തന്നെ ആഘോഷിക്കുകയാണ് ഈ ആരാധകർ. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, ഒന്നും പറയാല്ല, അടിപൊളിയുണ്ട്, വെർത്താണ്, അടിപൊളി അടിപൊളി തീപ്പരി സമയം പടം. സ്റ്റണ്ടൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ சூப்பர் படம் ப்ரோ. ஒரே ஒரு விஷயம், தளபதியோட கடைசி படம் ரொம்ப கஷ்டமா இருக்கு. അടിപൊളി പടം. ഇപ്പത് പറ്റിയ സിറ്റുവേഷന് പറ്റിയ അടിപൊളി പടം. എന്നാൽ വമ്പയിട്ട് പൊളിക്കും തലമുറ. പടത്തിനേക്കാളും ആള് അഭിനയിക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. ക്ലൈമാക്സിൽ ആട്ടോ സൂപ്പർ, പക്ഷെ അഭിനയിക്കില്ല എന്ന് ഇമോഷണാണോ? പടം നന്നായിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അഭിനയിക്കില്ല എന്ന് പഴയതൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമായി. സൂപ്പർ, നല്ല ആക്ഷൻ പടം. ஆனா நாங்க தமிழ்நாட்டில இருந்து வந்திருக்கோம்னா தமிழகத்தின் முதல்வர் படம் ஏன் படம் எலெக்ஷனுக்கு முன்னாடி வரலன்னு படம் பார்த்த எல்லா மக்களுக்கும் இப்ப புரிஞ்சிருக்கும். படம் ஏன் எலெக்ஷனுக்கு முன்னாடி வரலன்னு சொல்லி எல்லா மக்களுக்கும் இப்ப புரிஞ்சிருக்கும். எலெக்ஷனுக்கு முன்னாடி படம் வந்திருந்தா இன்னும் தமிழகத்துல ஓட்டு விஜய்க்கு அதிகமா விழுந்திருக்கு. எங்க அண்ணனுக்கு கடைசி படம், அண்ணனுக்கு கடைசி ஆட்டம், அது பாக்குறப்ப அவ்வளவு ஒரு சந்தோஷமா இருக்கு. വലിയ ആവേശത്തിലാണ്. അതായത് ഇവിടെ നോക്കിയാൽ നാസിക് ഡോളും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടാണ് 6 മാസത്തിന് ശേഷം വരുന്ന പടമാണ്. അപ്പൊ അങ്ങനെ ആഘോഷിക്കുകയാണ് ആരാധകർ. ചേട്ടാ ചേട്ടാ പടം എങ്ങനെയുണ്ട്? 600 കോടി എഴുതി വെച്ചോളെ, 600 കോടി സ്റ്റണ്ടല്ല, ഇതിലുള്ള പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് ആണ് എല്ലാവരും കാണേണ്ടത്. സ്റ്റണ്ടല്ല കാണേണ്ടത്, ഇതിൽ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. മതപരമായി എല്ലാവരും ഭിന്നിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ചുട്ട മറുപടി HV തളപതി വിജയ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബുക്ക് ചെയ്യാത്തവർ, ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യണം. നീ പറഞ്ഞ കാണണം. 6 മാസമായിട്ടുള്ള കാത്തിരിപ്പല്ല, ഇത് തളപതി എന്നുള്ള പേരല്ല, ബ്രാൻഡാണ്, ബ്രാൻഡ്. ഇങ്ങനെയാണ് മോത്തി. വലിയ ആഘോഷത്തിലാണ് ഇവിടെയൊക്കെ ആരാധകരെത്തിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ തന്നെ ഓരോ പ്രതികരണത്തിലും നമുക്ക് ഈ വിജയുടെ സിനിമ അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ആവേശത്തിലാണ് ആരാധകരുള്ളത്. പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരു ഘട്ടത്തിൽ ഗോകുലിനെയും മൈക്കിനെയും കൂടി ആരാധകർ ഏറ്റെടുത്ത് കളയുമെന്ന് നമുക്ക് തോന്നിപ്പോയി. അതുപോലെയുള്ള പ്രതികരണം. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഇന്ദുലേഖ രേണു കൂടി ചേർന്നിട്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്തും തമിഴ് ആരാധകരടക്കം നിരവധി പേരുള്ളതാണ്. പിന്നെ മലയാളികളുടെ ആരാധനയുടെ കാര്യം പറയുകയേ വേണ്ടല്ലോ. ഇന്ദു, എന്താണ് തിരുവനന്തപുരത്തെ ആരാധകർക്ക്, പടം കണ്ടിറങ്ങിയവർക്ക് പറയാനുള്ളത്? തിരുവനന്തപുരത്തും ആവേശത്തിനൊട്ടും കുറവില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 6 മാസത്തിലധികമായിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പിനാണ് ഇന്നൊരു വിരാമമായിരിക്കുന്നത്. അത്രത്തോളം ആളുകളാണ് ഇന്നതാ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരുടെ ഒരു അഭിപ്രായം വ്യക്തമാക്കുന്നത്. ചേട്ടാ, പടം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും തുടക്കത്തിൽ നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഞാൻ വിജയുടെ വലിയൊരു ഫാനും കൂടെയാണ്. പടം നമുക്ക് നല്ല രീതിയിലാണ് കഥ വച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ എങ്ങനെയാണ് ഇനി നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നല്ലൊരു അനുഭവം കൂടെയാണ് ഈ സിനിമ. ആർപ്പ് വിളിച്ച് തന്നെ അവരുടെ ഒരു സന്തോഷം ആരാധകർ പ്രകടമാക്കുകയാണ്. അത്രത്തോളം അടിപൊളിയായിരുന്നു പടമെന്ന് തന്നെയാണ് ഇവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. ഇവരൊക്കെ തന്നെ ഫാൻസാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി കഴിഞ്ഞ 5-6 മാസമായി കാത്തിരുന്നാണ്. ചേട്ടാ, സൂപ്പർ പടം. വിജയുടെ താണ്ഡവാട്ടം ഫാൻസ് ഷോ ആയതുകൊണ്ട് ഫാൻസ് തകർത്തു. വിജയ് ക്യാമ്പയിനെ കേട്ടോ? വിജയ് ക്യാമ്പയിനെ കേട്ടോ? അത് എല്ലാം ഉണ്ട്. വിജയ
ഈ ഒരു പടത്തെ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ പറയാം. ഇവരിപ്പം ഷോ കഴിഞ്ഞ് ഇറങ്ങിയവരാണ്. അകത്തേക്ക് അടുത്ത ഷോയ്ക്ക് വേണ്ടി കയറിയവരും ഇത്രത്തോളം പ്രതീക്ഷയോട് കൂടി തന്നെ ആവേശത്തോടു കൂടി തന്നെയാണ് കയറിയത്. പലരുടെയും ശബ്ദമൊക്കെ പോയി അകത്ത് കിടന്ന് കാറിക്കോയി ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയവരാണ്. അപ്പോൾ പലരുടെയും ശബ്ദമൊക്കെ അടഞ്ഞ് ആ ഒരു രീതിയിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും കുറച്ചു മുമ്പേ ഒരു 10-80 വയസ്സ് കഴിഞ്ഞ ഒരു മുത്തശ്ശി വരെ പടം കണ്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാ ആൾക്കാരും ഈ പടം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അത്രത്തോളം ആവേശത്തോടെയാണ് ഇന്നൊരു ദിവസത്തിന് വേണ്ടി ഇവർ കാത്തിരുന്നത്. മോത്തി, തീർച്ചയായിട്ടും ഇന്നേ ദിവസത്തിന് വേണ്ടി ഇവർ കാത്തിരുന്നത് മാസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ചിത്രം റിലീസ് ചെയ്യാൻ നേരത്തെ അനുവദിക്കാതിരുന്നത് എന്നത് ഇപ്പോൾ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് ചില ആരാധകർ പാലക്കാട് നിന്നും പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഇനി ഒട്ടേറെ പേർക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരിക്കും എന്ന് തന്നെയായിരിക്കും ആരാധകർ വിശ്വസിക്കുന്നതും. ഇനിയും പടം കാണാൻ ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് നിന്നുമുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ജനനായകൻ റിലീസുമായി ബന്ധപ്പെട്ട് ഗൂഗിളും ഇന്ദുലേഖ രേണുവുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ரியல் பிளாஸ்ட் அண்ணா ஒரு சினிமாவை சொன்ன மாதிரி நாங்க யாருன்னு முக்கியம் இல்லை, நம்மளால என்ன முடியும் தான் முக்கியம். ரியல் பிளாஸ்ட் சூப்பராக எடுத்துட்டு படம். நீ 2 கோடி பேர் கண்டது ரீமேக்கு லீக்கு எல்லாமே போய் நான் பாரு அண்ணனை பார்க்க வந்த ஆளா ஃபேன்ஸை பாரு தம்பி. சிஎம் விஜய் പടത്തിനേക്കാളും ഇത് പാർട്ടിക്ക് ഫസ്റ്റ് ഹാഫില് വിജയന്റെ എൻട്രിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അലറി സെറ്റായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഈ പടം മൊത്തം കഴിഞ്ഞു പോയി. ടിപ്പിക്കൽ വിജയ് പടത്തിൽ കുറച്ച് രാഷ്ട്രീയം കയറ്റി, അത്രേ ഉള്ളൂ, ഒന്നുമില്ല, വെറും പൊളിച്ച് നമ്മുടെ വിജയ് 100% പൊളിച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല മാസ് പടം. ഓ സൂപ്പർ. CM വിജയ് എന്ന് പറഞ്ഞാൽ പോരാ, ആള് പൊളിയാണ്. ആള് പടം നിർത്തുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു സങ്കടപ്പെട്ടൊരു കാര്യമാണ്.